الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها صدق الله العظيم സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഓരോ കൽപ്പനകളും ജീവിതത്തിൻ്റെ നിഗള മേഖലകളിൽ പാലിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഓരോ നിമിഷങ്ങളിലും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് നാം ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതുമായ അനേകം അനുഗ്രഹങ്ങളും, എന്നാൽ പലപ്പോഴും നാം അതിനെക്കുറിച്ച് ആലോചിക്കാത്ത, ഗൗരവത്തിലെടുക്കാത്ത, നാം പ്രാധാന്യത്തോടുകൂടി കാണാത്ത അള്ളാഹുവിൻ്റെ അപാരമായ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ അനേകം അനുഗ്രഹങ്ങൾക്കിടയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മോടാരെങ്കിലും ചോദിച്ചാൽ നാം വളരെ പെട്ടെന്ന് പറയുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ മറ്റു ചുറ്റുപാടുകളുമൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. എന്നാൽ പലപ്പോഴും നാം പ്രാധാന്യത്തോടുകൂടി കാണാത്ത, നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകൾക്കിടയിൽ നാം തിരിച്ചറിയാതെ പോകുന്ന അള്ളാഹുവിൻ്റെ അപാരമായൊരനുഗ്രഹമുണ്ട്. അതെന്താണ്? നമുക്ക് ഈ രൂപത്തിൽ ഇന്ന് വെള്ളിയാഴ്ച ഈ പള്ളിയിൽ വന്ന് ജുമുഅക്ക് പങ്കെടുക്കാൻ സാധിച്ചത്, നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ കഴിയുന്നത്, ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗം നമുക്ക് ലഭിച്ചു, അഥവാ
ഹിദായത്ത് നമുക്ക് ലഭിച്ചു എന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. ഒരു മുസ്ലിം ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി മകളായി ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ ഹിദായത്തിന്റെ പ്രസക്തി പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം 950-ലധികം വർഷം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ മകനും ആ പ്രവാചകന്റെ ഭാര്യയ്ക്കും ലഭിക്കാതെ പോയ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഹിദായത്ത്. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ നൂഹ് നബിയുടെ കുടുംബത്തിന് ലഭിക്കാതെ പോയ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഹിദായത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്ത് ഒരു മനുഷ്യനെ കൂട്ടുകാരനെന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവിന് ലഭിക്കാതെ പോയ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് ഹിദായത്ത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ചു കൊടുത്ത, സഹായങ്ങൾ ചെയ്തു കൊടുത്ത പ്രവാചകന്റെ പിതൃവ്യനാണ് അബൂ ത്വാലിബ്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഹിദായത്ത് അബൂ ത്വാലിബിന് ലഭിച്ചിട്ടില്ല. ഈ ലോകത്ത് ഒരു മുസ്ലിം ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി മകളായി ജനിച്ച പലർക്കും ജീവിതത്തിന്റെ യാത്രകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഹിദായത്ത്. ഒരു അമുസ്ലിം ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി മകളായി ജനിച്ചിട്ട് പലർക്കും അവരുടെ ജീവിത യാത്രകൾക്കിടയിൽ അള്ളാഹുവിൽ നിന്നും ലഭിച്ചിട്ടുള്ള അനുഗ്രഹമാണ്, സന്തോഷമാണ്, ആനന്ദമാണ് ഹിദായത്ത്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ലഭിച്ചിട്ടുള്ള ഹിദായത്തിന്റെ പ്രസക്തി, പ്രാധാന്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിദായത്തിനെ കുറിച്ച് ആലോചിക്കാനുള്ളത്? ഹിദായത്ത് ലഭിക്കുക എന്നതല്ല, മറിച്ച് ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ, ആ സന്മാർഗത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. ആ അള്ളാഹുവിന്റെ ഹിദായത്തിൽ നിലനിൽക്കുക. എങ്ങനെയാണ് ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് പതറാതെ വഴി തെറ്റാതെ ജീവിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ആ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാകുന്ന, ആനന്ദമാകുന്ന ഹിദായത്ത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത്? നാം ആലോചിക്കേണ്ട കാര്യമാണ്. അതെന്താണ്? അത് നമ്മുടെ മനസ്സിനെ നന്നാക്കിയെടുക്കുക എന്നതാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാകുമ്പോഴാണ്, മനസ്സിന് ആശ്വാസമുള്ള, ടെൻഷനില്ലാത്ത മനസ്സ് ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോഴാണ് ആ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാനും സാധിക്കുന്നത്. നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് നാം ആലോചിക്കണം. ലോകം, ശാസ്ത്രം ഒരുപാട് കണ്ടുപിടുത്തങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരുപാട് മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ശരീരത്തിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യ മനസ്സിനെ സംബന്ധിച്ച് ശാസ്ത്രത്തിന് ഇന്നുവരെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ, ഒരു നിർവചനം നൽകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. മനസ്സെവിടെയാണ്? എന്താണ് മനസ്സ്? മനുഷ്യന്റെ ജീവിതത്തിലുള്ള സ്വാധീനമെന്ത്? ഇങ്ങനെയൊക്കെ ഇന്നും ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ മനസ്സിനെ കുറിച്ച്, മനുഷ്യന്റെ ചിന്തകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സന്ദർഭങ്ങളും നാം ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ 91-ാമത്തെ അധ്യായം സൂറത്തു ശംസിലൂടെ മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച്, മനുഷ്യന്റെ മനസ്സിനെ സംവിധാനിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആൻ മനസ്സിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തുകളാണ് മനസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ആലോചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 91-ാം അധ്യായം സൂറത്തു ശംസ് ആരംഭിക്കുന്നത് സൂര്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സൂര്യനെക്കുറിച്ചും ലോകത്തിന്റെ അത്ഭുതങ്ങളായ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും രാവിന്റെയും പകലിന്റെയും മാറ്റങ്ങളെക്കുറിച്ചും ആകാശങ്ങളുടെ അത്ഭുതങ്ങളെക്കുറിച്ചും ഭൂമിയുടെ വൈഭവങ്ങളെക്കുറിച്ചും സൃഷ്ടി വൈഭവത്തിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് അതിന് തൊട്ടടുത്താണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു ആത്മാവിനെ സംവിധാനിച്ചവനാണ്, അള്ളാഹു മനസ്സിനെ സംവിധാനിച്ചവനാണ്. അവൻ ആത്മാവിനെ കൃത്യമായി രൂപപ്പെടുത്തി സംവിധാനിച്ചവനാണ് അള്ളാഹു. ഇതെവിടെയാണ് പറയുന്നത്? ലോകത്ത് അത്ഭുതമായി നിലനിൽക്കുന്ന ശാസ്ത്രം ഒരുപാട് പഠനങ്ങൾ നടത്തിയ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളുടെ കൂടെയാണ് മനസ്സിന്റെ സംവിധാനങ്ങളെ കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആരെങ്കിലും ആ മനസ്സിനെ നന്നാക്കിയെടുത്താൽ ഖദ്
അഫ്ലഹ മൻ സക്കാഹ, ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ വിജയിച്ചിട്ടുള്ളത്? മൻ സക്കാഹ, അതിനെ ശുദ്ധീകരിച്ചവരാണ്, അതിനെ നന്നാക്കിയവരാണ്, അതിനെ മാലിന്യമുക്തമാക്കിയവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ വിജയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനമാക്കിയവൻ, അതിനെ കഴുകാതെ വൃത്തിയാക്കാതെ അതിനെ ശുദ്ധമാക്കാതെ മുന്നോട്ട് പോയവൻ, അവൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം അതിൽ നിലനിൽക്കുന്നത് അവന്റെ മനസ്സിനെ ശുദ്ധമാക്കുമ്പോഴാണ്. അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ, ആ രൂപത്തിൽ അള്ളാഹു ആരെങ്കിലും ഹിദായത്തിന്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള അവസരമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് ഒരാൾക്കും ആ മാർഗത്തിൽ നിന്നും മനുഷ്യനെ വ്യതിചലിപ്പിക്കാൻ സാധിക്കുകയില്ല. നാം ഖുതുബയുടെ ആരംഭത്തിൽ കേൾക്കാറുള്ളത് പോലെ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു, അല്ലാഹു ആർക്കെങ്കിലും ഹിദായത്ത് കൊടുത്താൽ അവരെ വഴികേടിലാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതേപോലെ തന്നെ വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു, അല്ലാഹു ആരെങ്കിലും വഴികേടിലാക്കിയാൽ അവരെ ഹിദായത്തിലാക്കാനും ആർക്കും തന്നെ സാധിക്കുകയില്ല. അല്ലാഹുവിൽ നിന്നുള്ള അപാരമായ അനുഗ്രഹം നിലനിൽക്കുന്നത് മനുഷ്യ മനസ്സ് അത് ഏറ്റവും നല്ല രൂപത്തിൽ സംവിധാനിക്കുമ്പോഴാണ്. മനുഷ്യ മനസ്സ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സ്വാധീനം അത് നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ നല്ല രൂപത്തിൽ സംസാരിക്കുന്ന, നല്ല രൂപത്തിൽ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന, ആളുകളുമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് പോയി രാവിലെ തിരിച്ചു വരുന്നത് ഒരുപക്ഷെ മനസ്സിന്റെ നില തെറ്റിക്കൊണ്ടായിരിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള പല ആളുകളും മുമ്പൊരു പ്രശ്നവുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് മനസ്സിന്റെ നില തെറ്റുകയും അവരുടെ ജീവിതമാകെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾക്ക് നാം ഒരുപക്ഷെ സാക്ഷിയായിട്ടുണ്ടാവാം. ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു ഫോട്ടോഗ്രാഫറെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കെവിൻ കാർട്ടർ എന്നാണ്. അദ്ദേഹം പ്രശസ്തമായത് അദ്ദേഹം എടുത്തൊരു ചിത്രത്തിന്റെ പേരിലാണ്. നമ്മുടെ കമ്പ്യൂട്ടറുകളിലും നമ്മുടെ മൊബൈലിലും ഒരുപക്ഷെ ആ ചിത്രം ഉണ്ടായിരിക്കാം. ആ ചിത്രം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരു ഫോട്ടോ പകർത്തുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരു പട്ടിണി പ്രദേശത്ത് നിന്നും. എന്താണ് ആ ഫോട്ടോ? ഒരു ചെറിയ കുഞ്ഞ്, ഒരു ബാലൻ പട്ടിണി മൂലം ആ കുഞ്ഞിന്റെ രൂപം പോലും മാറിയിരിക്കുന്നു. എല്ലുകൾ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ ഒരു കുഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ആ കുഞ്ഞിന്റെ പിറകുവശത്ത് ആ കുഞ്ഞ് എപ്പോഴാണ് ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് മരണപ്പെടുക എന്ന് പ്രതീക്ഷിച്ച് ആ കുഞ്ഞിന്റെ ശരീരത്തിനെ കൊത്തി വലിച്ചെടുക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഴുകൻ. ഇതാണ് അദ്ദേഹം എടുത്ത ഫോട്ടോ. ഈ ഫോട്ടോ അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹം ആളുകൾക്ക് മുഴുവൻ ഇത് കാണിച്ചു കൊടുത്തു. അതിന്റെ പേരിൽ അദ്ദേഹം പ്രശസ്തനായി. അദ്ദേഹത്തിന് പ്രശംസ അറിയിക്കാൻ, അദ്ദേഹത്തിന് ആശംസകൾ നേരാൻ ഒരുപാട് ആളുകളെത്തി. അദ്ദേഹവുമായി ഇന്റർവ്യൂ നടത്താൻ, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ നൽകാൻ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു അത്. ഒരിക്കൽ അദ്ദേഹത്തിനോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള യാത്രകൾക്കിടയിൽ, ജീവിതത്തിന്റെ സന്തോഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനോട് ഒരു മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളെടുത്തൊരു ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങളെ പ്രശസ്തനാക്കിയ ഒരു ഫോട്ടോയുണ്ടല്ലോ, ആ ഫോട്ടോയിൽ നാം കാണുന്നത് ഒരു കുഞ്ഞു ബാലന്റെ ചിത്രമാണ്. അതിന് തൊട്ടുപിറകിൽ ഒരു കഴുകനുണ്ട്. നിങ്ങളെടുത്ത ഫോട്ടോയാണല്ലോ അത്. ആ ഫോട്ടോയിൽ കാണുന്ന ആ കുഞ്ഞിന് നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? ആ കുഞ്ഞ് മരണപ്പെട്ടോ? ആ കുഞ്ഞിനെ കഴുകൻ കൊത്തി വലിച്ചോ? ആ കുഞ്ഞിന് എന്തെങ്കിലും ഭക്ഷണം ലഭിച്ചോ? പിന്നീട് എന്താണ് ആ കുഞ്ഞിന് സംഭവിച്ചത്? ഈ ചോദ്യം കെവിൻ കാർട്ടറുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. ഇതൊരു കഥയല്ല, ഒരു സംഭവമാണ്. ഞാൻ എടുത്ത, എന്നെ പ്രശസ്തമാക്കിയ ആ ഫോട്ടോയിലുള്ള കുഞ്ഞിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. എന്താണ് സംഭവിച്ചത്? പിന്നീട് എന്തുണ്ടായി? ഞാൻ എന്തുകൊണ്ട് ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചില്ല? അവനൊരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാൻ എനിക്ക് എന്തുകൊണ്ട് മനസ്സ് വന്നില്ല എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസമായി. ആ എല്ലാ സമയത്തും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ കാഴ്ചകളും ഈ കാര്യങ്ങളുമാണ്. അങ്ങനെ അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന ചരിത്രം. അദ്ദേഹം ജീവനൊടുക്കി തൂങ്ങി മരിച്ചു. അദ്ദേഹം എന്താ കാരണം? ഏറ്റവും
ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്ന, ഏറ്റവും നല്ല ഉന്നതിയുടെ മുൾമുനയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് മരണത്തിലേക്ക് എത്തിച്ചത് ഒരു മനുഷ്യന്റെ ലളിതമായ ചോദ്യമാണ്. ഇതാണ് മനുഷ്യന്റെ മനസ്സ്. ആലോചിച്ചൊരു പക്ഷേ ജീവൻ പോലും നഷ്ടപ്പെടുന്നിടത്തേക്ക് മനസ്സ് അവനെ കൊണ്ടുപോയേക്കാം. പ്രിയപ്പെട്ടവരെ, ഈ മനസ്സിനെ നന്നാക്കാനാണ്, ഈ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് വിജയം കൈവരിക്കാനാണ് ഖുർആൻ പറയുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ മനസ്സിനെ ഇത്രത്തോളം ശക്തിയുള്ള, ഇത്രത്തോളം പ്രാധാന്യമുള്ള, ഇത്രത്തോളം പ്രസക്തിയുള്ള മനസ്സിനെ ആരെങ്കിലും നന്നാക്കിയിട്ടുണ്ട് എങ്കിൽ അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ വിജയമുള്ളത് എന്ന്. ആ മനസ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ ചിന്തയുമായി ബന്ധപ്പെട്ട്, ആലോചനയുമായി ബന്ധപ്പെട്ട് പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഒരു ആയത്തിന്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. വലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, മനസ്സുകളുണ്ട്, പക്ഷേ അവരതിനെ കൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന്. വിശുദ്ധ ഖുർആൻ ആലോചനകളുമായി, ചിന്തയുമായി ബന്ധപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും ഹൃദയം, കൽബ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. കൽബ് എന്ന അറബി പദം, അതിന്റെ അർത്ഥം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന. ഒരു മനുഷ്യന്റെ മനസ്സ് നമുക്കറിയാം, നമ്മുടെ ചിന്തകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പള്ളിയിലേക്ക് വരുമ്പോ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഈമാൻ ഉണ്ടാകും. അത് അങ്ങാടിയിലേക്ക് ഇറങ്ങി കുറച്ചവിടെ ഇടപഴകി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മാറും. അതാണ് മനസ്സിന്റെ പ്രത്യേകത. ആ മനസ്സിനെ കുറിച്ച് നിങ്ങൾ ഗൗരവത്തോടുകൂടി ആലോചിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ നിങ്ങൾ അറിയണം, ഇന്ന ഫിൽ ജസദി മുൽഅത്തുൻ. അലാ നിങ്ങൾ അറിയുക, ഇന്ന ഫിൽ ജസദി മുൽഅത്തുൻ. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, ഒരു മുൽഅത്തുണ്ട്. എന്താണത്? ഇദാ സ്വലഹത് സ്വലഹുൽ ജസദി കുല്ലുഹു. ആരെങ്കിലും ആ മാംസകഷ്ണത്തിനെ നന്നാക്കിയാൽ, ആരെങ്കിലും ആ മാംസകഷ്ണത്തിനെ നന്നാക്കിയെടുത്താൽ, ശുദ്ധീകരിച്ചെടുത്താൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി. അതേപോലെ തന്നെ വഇദാ ഫസദൽ ജസദു കുല്ലുഹു. ആരെങ്കിലും ആ മാംസകഷ്ണത്തെ മോശമാക്കിയാൽ, ഫസാദ് ഉണ്ടാക്കിയാൽ, അതിൽ മാലിന്യങ്ങളെ കൊണ്ട് നിറച്ചാൽ, വിശുദ്ധി ഇല്ലാത്തതാക്കിയാൽ അവന്റെ ശരീരം മുഴുവൻ മാലിന്യമുള്ളതായി, അവന്റെ ശരീരം മുഴുവൻ ഫസാദുള്ളതായി. അലാ നിങ്ങൾ അറിയുക, വഹിയ അത് എന്ന് പറയുന്നത്, ആ മുലയത്ത്, ആ മാംസകഷ്ണം, വഹിയ ഖൽബുൻ അത് ഹൃദയമാണ്. അത് ഹൃദയമാണ് നിങ്ങളുടെ ശരീരത്തിലുള്ള എത്രയും പ്രാധാന്യമുള്ള ശരീരത്തിന്റെ ഒരു അവയവമെന്നത്. അഥവാ മനുഷ്യന്റെ മനസ്സുമായി, മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഓരോ സംഗതികളും മനുഷ്യന്റെ ജീവിതത്തിനെ മുഴുവൻ നന്നാക്കിയെടുക്കാനും വഴികേടിലാക്കാനും കാരണമാകും എന്നുള്ളതാണ്. ഈ രൂപത്തിൽ നല്ല ചിന്തകളുമായി, നല്ല മനസ്സുമായി നമ്മുടെ ഹൃദയത്തിനെ, നമ്മുടെ ജീവിതത്തിനെ ശുദ്ധീകരിച്ചെടുത്ത് മനസ്സമാധാനമുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും നമ്മോടാരെങ്കിലും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചാൽ, നമ്മുടെ വിശേഷങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പ്രയാസങ്ങളാണ് പറയാനുള്ളത്, നമുക്ക് ആശങ്കകളാണ് പറയാനുള്ളത്. അതല്ല, വിശ്വാസിയുടെ ജീവിതം ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുന്ന ജീവിതമാണ്. ആശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്നും പുറത്തേക്ക് വരണം. അപ്പോഴാണ് ആ മനസ്സിനെ ശുദ്ധീകരിച്ച ആളുകളായി നമ്മൾ മാറുന്നത്. ഇങ്ങനെ മനസ്സിനെ ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ആശങ്കകളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, മറ്റുള്ളവരെ കുറിച്ച് മോശമായ ചിന്തകളില്ലാത്ത, നന്മയുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ വ്യക്തികളും നല്ല ചിന്തകളുമായി പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വീട് സമാധാനത്തിന്റെ കേന്ദ്രമായി തീരും. നമ്മുടെ വീട് സന്തോഷത്തിന്റെ കേന്ദ്രമായി തീരണം. നമ്മുടെ വീട് ആശ്വാസത്തിന്റെ ഭവനമായി തീരണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏറ്റവും നല്ല വിനോദ കേന്ദ്രമേതാണ്? അത് നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ നമ്മുടെ ഭവനങ്ങളെ കുറിച്ച് പറയുന്നത് അത് സമാധാനത്തിന്റെ ഭവനമാണ് എന്ന. അറബിയിൽ വീടിനൊരു പദമുണ്ട്, അത് സക്കന് എന്നാണ്. സക്കൻ എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. ആ സമാധാനത്തിന്റെ കേന്ദ്രമാവണം നമ്മുടെ വീട്. അതെപ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ നല്ല ചിന്തകളുള്ള, മറ്റുള്ളവരെ കുറിച്ച് മോശമായ ചിന്തകളില്ലാത്ത, നന്മകൾ പരസ്പരം കൈമാറുന്ന, നന്മയുടെയും സന്തോഷത്തിന്റെയും സത്യത്തിന്റെയും വീരിന്റെയും കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സന്തോഷത്തിന്റെ സുദിനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആരാധനകളെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കുക, നമ്മുടെ സൽക്കർമ്മങ്ങളെ നല്ല മനസ്സോടുകൂടി നിർവഹിക്കാൻ സാധിക്കുക. ഇങ്ങനെ നന്മയുള്ള, ഭക്തിയുള്ള, ആത്മാർത്ഥതയുള്ള മനസ്സുമായി നാം ആരാധനകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ ആരാധന
ആരാധനയാണ്, ആ നമസ്കാരമാണ്, ആ സക്കാത്താണ്, ആ നോമ്പാണ്, ആ ഹജ്ജാണ് അള്ളാഹുവിന് ആവശ്യം. നല്ല മനസ്സുമായി നിർവഹിക്കുന്ന ആരാധനകൾ, ഇങ്ങനെ ആരാധനകൾ നിർവഹിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. العاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും പരമാവധി പാലിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം സൂചിപ്പിച്ചത് നല്ല മനസ്സുമായി ജീവിക്കുകയും ആ സന്മനസ്സോടുകൂടി സമാധാനമുള്ള നല്ല ചിന്തകളുള്ള ജീവിതവുമായി മുന്നോട്ടു പോകുമ്പോൾ അങ്ങനെയുള്ള ആരാധനകളാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണ്. നമ്മൾ ആലോചിക്കുക, ഇത്രയും വർഷം ഒരു റമദാൻ നമ്മിലൂടെ കടന്നുപോയി, ഇതിലെല്ലാം ഇത്രയും വർഷം നാം ജീവിച്ചിട്ട്, ഇത്രയും കാലം നാം നമസ്കരിച്ചിട്ട്, സ്വലാത്ത് എന്ന ആരാധന നാം നിർവഹിച്ചിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു നേട്ടം? നാം നമസ്കരിച്ചിട്ട് എന്ത് കിട്ടി നമുക്ക്? നാം അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചത്? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. അങ്ങനെ ഒരു മാറ്റം, ഒരു കാര്യം എടുത്തു പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ നമസ്കാരത്തിന് എന്തോ ചില പോരായ്മകളുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആൻ നമസ്കരിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ നമസ്കാരം ഉപേക്ഷിച്ചാലുള്ള പ്രയാസങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ നാശം ഉള്ളത് നമസ്കരിക്കുന്ന ആളുകൾക്കാണ് എന്നാ ഖുർആൻ പറയുന്നു. നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ നാശം. അങ്ങനെയാണ് ആയത്ത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. എന്താ കാരണം? എങ്ങനെ നമസ്കരിക്കുന്നവർക്കാ? അവർ മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാ, നല്ല മനസ്സുമായി നമസ്കരിക്കുന്നവരല്ല. സമാധാനമുള്ള നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള മനസ്സുമായി നമസ്കരിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ളവർക്ക് നാശമെന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ അടുക്കൽ നാശമില്ലാത്ത സ്വീകരിക്കുന്ന നമസ്കാരം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നിർവഹിക്കണം. അത് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നിർവഹിക്കണം. അതുപോലെ നമസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ടൈം ടേബിളായി മാറണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരം, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ളുഹർ നമസ്കാരം വരെയുള്ള സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, അസർ നമസ്കാരം വരെയുള്ള സമയത്ത് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കണം. ഇങ്ങനെ ഒരു ടൈം ടേബിളാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, വിശ്വാസിയുടെ മേൽ നമസ്കാരം എന്നത് സമയം നിർണയിക്കപ്പെട്ട, വിശ്വാസിക്ക് ഒരു ടൈം ടേബിളാണ് നമസ്കാരം എന്ന ഖുർആൻ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ നമസ്കരിച്ചത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? നാം നമസ്കരിച്ചത് കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം ഒരു വിശ്വാസിയെ, ഒരു മുസ്ലിമിനെ മ്ലേച്ഛമായ മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം. ഇന്ന് ഇവിടെ ജുമാ നമസ്കരിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ തോന്നിയ പോലെ സംസാരിക്കുന്ന ആളുകളുമായി മോശമായി പെരുമാറുന്ന ദീനീപരമായ കാര്യങ്ങളിൽ മുഴുകുന്നവരായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ, ദീനിന് ഇഷ്ടമില്ലാത്ത, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും പോകുന്നതെങ്കിൽ നമസ്കാരം പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്? ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കണം. അതിനെന്ത് വേണം? ഖുശൂഉള്ള നമസ്കാരം ഉണ്ടാകണം, നല്ല മനസ്സോടുകൂടിയുള്ള നമസ്കാരം ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ വിജയം. ആ വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ അനേകം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ട് എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ടും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, മരണപ്പെടുന്ന സമയത്ത് മുത്തഖി
മുത്തഖിയായി മുഅ്മിനായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നേരിന്റെ മാർഗം കാണിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളും മറ്റൊരുപാട് ആളുകളും അവർക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.